അപ്പൊ മൂപ്പര് പറഞ്ഞ പോലെ ക്യാമറയുടെ മുന്നിൽ നിന്ന് അരി വാങ്ങുന്ന ഒരാള് വേറൊരാളുടെ അരി മുട്ടിക്കുന്ന രീതിയിലുള്ള പണി ചെയ്തു കഴിഞ്ഞാ അത് ശരിയല്ലല്ലോ. അതെ, അല്ല അതിനുള്ള വോയിസ് ക്ലിപ്പ് ഒക്കെ എനിക്ക് ജിനേഷ് ബ്രോ അയച്ചു തന്നിട്ടുണ്ടല്ലോ, 1-2 ആൾക്കാരത്. ഞാൻ പിന്നെ അത് ജിനേഷ് ബ്രോന്റെ പെർമിഷൻ ഇല്ലാതെ പുറത്ത് വിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചത്. ചേട്ടാ അത് സംഭവം എന്നെ ഈ അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് ശേഷം രാത്രി വിളിച്ചത് കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് മീഡിയ എന്ന് പറയരുത്, ഇത് ഹെഡ് ഓഫ് അവിടെ ഹെഡ് ഇതൊക്കെ ഇറങ്ങും, അപ്പൊ ഇനി മീഡിയ ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാവും, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ആളെ തന്നെ ഉപയോഗിക്കും, അതായത് ഇതിന്റെ സോഷ്യൽ മീഡിയ കേസും പറഞ്ഞ് ഉപയോഗിക്കരുത്, എന്റെ ക്യാമറ പുതിയ ക്യാമറ എനിക്ക് മേടിച്ചു തരണം പറഞ്ഞു. ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ജിനീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. ബിനു അടിമാലി തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുകയും ചെയ്തൊരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥ വന്ന് പറയുമ്പോഴെല്ലാം പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ബിനു അടിമാലി എന്നെ തെളിവിടുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ വന്ന് പറയേണ്ടി വന്നത് എന്ന് ഈ ചെറുപ്പക്കാരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചെറുപ്പക്കാരൻ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ട് ബിനു അടിമാലി വന്നിരുന്നു. കരഞ്ഞുകൊണ്ടൊക്കെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ് വന്നത്. ബിനു അടിമാലിയും സൂരജ് പാലക്കാരനും കൂടെ ചേർന്നുകൊണ്ടാണ് ആ വീഡിയോ ആയിട്ട് വന്നത്. രണ്ടുപേരും നിന്ന് നല്ലപോലെ കരയുന്നുണ്ട്. ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റാനാണെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു വീഡിയോ നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു. അതിലെ വസ്തുതകൾ എടുത്ത് നോക്കി ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതും ഇതിന് വിപരീതമായിട്ട് ബിനു അടിമാലി പറയുന്നതും ഒക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ എന്റെ പ്രൊഫൈലിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ബിനു അടിമാലിക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ കേട്ടു. അപ്പോൾ ബിനു അടിമാലി അതിൽ പറഞ്ഞിരിക്കുന്നത്, ജിനീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആദ്യം വന്ന് പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ജിനീഷ് പറയുന്നത് മുഴുവനും കള്ളമാണ് എന്നുള്ള രീതിയിലാണ് ബിനു അടിമാലി വന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ തെളിയിക്കത്തക്കതായിട്ടുള്ള തെളിവുകൾ ബിനു അടിമാലി കാണിച്ചതുമില്ല. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ യൂട്യൂബറായ സീക്രട്ട് ഏജന്റ് ബിനീഷിനെ വീഡിയോ കോൾ ചെയ്യുകയും ബിനു അടിമാലി വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വസ്തുത ചോദിച്ചറിയുകയും ചെയ്തു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ബിനു അടിമാലി പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് തെളിവുകൾ സഹിതം ആ യുവാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കത് കാണിച്ചു തരാം. അത് കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇതിന്റെ സത്യാവസ്ഥയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതിന് മുമ്പ് നമുക്കൊരു ട്രോൾ വീഡിയോ കാണാം. ആ ട്രോൾ വീഡിയോ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയമായിട്ട് ബന്ധമുള്ള ഒരു ട്രോൾ വീഡിയോ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. റിവേഴ്സ് പോകുമ്പോ ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന് കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. സുഖമില്ലാത്ത തന്റെ മകളെ വെച്ച് സത്യം ചെയ്ത് കരഞ്ഞുകൊണ്ടാണ് ജിനീഷിനെ താൻ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ബിനു അടിമാലി പറയുന്നത്. നീ ആദ്യമൊക്കെ പറഞ്ഞതാണോ ഇപ്പൊ പറയുന്നതാണോ സത്യം? ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു സത്യം പറയാൻ പോവാ. ഇതാണ് സത്യം. തലയിൽ കൈവച്ച് ഞാൻ പറയാണ്, ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല, അവന്റെ ക്യാമറ ഞാൻ തല്ലി പൊളിച്ചിട്ടില്ല. ചേട്ടാ നമ്പർ മറക്കണ്ട, ഞങ്ങളും തന്നതേ ചോറ് തന്നെയാ. എന്നാൽ എന്താണ് നടന്നതെന്ന് വ്യക്തമായി ജിനീഷ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ജിനീഷ് സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് FIRന്റെ കോപ്പിയാണ്. ഫ്ലവേഴ്സ് ടിവിയുടെ അബാം സ്റ്റുഡിയോയുടെ ഉള്ളിൽ വെച്ച് ആവലാതിക്കാരനെ പ്രതി കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ടുപോയി റൂമിലേക്ക് തള്ളിയിട്ട് വാതിലടച്ച ശേഷം കഴുത്തിന് കുത്തിപ്പിടിച്ച് നെഞ്ചിലിടിച്ചും എന്തൊരു ദുഷ്ടനാടോ തന്റെ കാര്യം പോക്ക. അടുത്തതായി സംഭവത്തിന് ശേഷം ജിനീഷ് ആശുപത്രിയിൽ പോയതിന്റെ രേഖകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ലെറ്റർ പാഡിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പെയിൻ ഓവർ നെക്ക് എന്ന്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. അല്ലാതെ ഇന്നലെ ബിനു അടിമാലി പറഞ്ഞ പോലെ ഏതെങ്കിലും ഫാർമസിയിൽ ചെന്ന് കഴുത്തുവേദനയ്ക്കുള്ള മരുന്ന് മേടിച്ചതിന്റെ കുറിപ്പല്ല ഇത്. അപ്പൊ ഓൾറെഡി ആളെന്നെ കണ്ട വശം കൈ പിടിച്ച് റൂമിലോട്ട് തള്ളി ഡോറ് ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ തെറിപ്പാട്ടായിരുന്നു. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. പിന്നെ ബിനു അടിമാലി പറയുന്നത് ജിനീഷിന്റെ ക്യാമറ താൻ നശിപ്പിച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ജിനീഷ് തന്റെ ക്യാമറ റിപ്പയർ ചെയ്യാൻ കൊടുത്തതിന്റെ ബില്ലാണ്. 8 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്ത് വാങ്ങിയ തന്റെ സ്വന്തം ക്യാമറ നിലത്തിട്ട് നശിപ്പിച്ചിട്ട് അത് റിപ്പയർ ചെയ്യാൻ കൊടുക്കേണ്ട കാര്യം ജിനീഷിനില്ലല്ലോ. ഈ ട്രോൾ മേക്ക് ചെയ്തിരിക്കുന്ന വൈഷ്ണവ് ട്രോൾസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ട്രോൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ജിനീഷ് മുമ്പോട്ടേക്ക് വെക്കുന്ന ആരോപണങ്ങളെല്ലാം തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ജിനീഷിൻ്റെ കയ്യിലുണ്ട്.
പക്ഷേ ബിനു അടിമാലി മുമ്പോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഒരു തെളിവ് പോലും ബിനു അടിമാലിയുടെ കയ്യിലില്ല. ഇന്നലെ ബിനു അടിമാലി ഇട്ട വീഡിയോയിൽ പറഞ്ഞാണ് ഞാൻ തല്ലിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് ബിനു അടിമാലി പറയുന്നുണ്ട്. തല്ലാത്തൊരു കാര്യത്തിന് എങ്ങനെയാണ് പോലീസ് FIR ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ അയാൾക്ക് അടി കിട്ടിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെ വന്നു എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ബിനു അടിമാലി പറഞ്ഞത് അവൻ്റെ ചോറാണ്, അവൻ്റെ ചോറായ ക്യാമറ എനിക്ക് അങ്ങനെ തല്ലിപ്പൊട്ടിക്കാൻ കഴിയുകയില്ല എന്നൊക്കെയാണ്. പക്ഷേ ക്യാമറ ഇത്ര ലക്ഷം രൂപയ്ക്ക് റിപ്പയർ ചെയ്ത ബില്ലൊക്കെയുണ്ട്. സ്വന്തം ക്യാമറ തല്ലിപ്പൊട്ടിച്ചിട്ട് അത് റിപ്പയർ ചെയ്യാൻ ആർക്കെങ്കിലും തലയ്ക്ക് എന്തെങ്കിലും ഭ്രാന്തുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ബിനു അടിമാലി പറഞ്ഞതൊക്കെ വെറും പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബിനു അടിമാലി ഉണ്ടാക്കി പറഞ്ഞതാണെന്നൊക്കെയാണ് ഈ തെളിവുകൾ ജിനീഷ് മുമ്പോട്ടേക്ക് വെക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തോന്നുന്നത്. എന്തായാലും ഇന്നലെ ബിനു അടിമാലി വന്ന് കരഞ്ഞുകൊണ്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതിനെയെല്ലാം പൊളിച്ചെഴുതുന്ന രീതിയിലാണ് ആ ഇൻ്റർവ്യൂവിന് ശേഷം വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. എന്തായാലും ബിനു അടിമാലിയോട് എനിക്ക് ദേഷ്യം തോന്നിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജിനീഷ് എന്ന് പറഞ്ഞത് സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോകുന്ന ആ ഒരു വീഡിയോ അത് ഷൂട്ട് ചെയ്ത് അതിട്ട് തനിക്ക് ഇമേജ് ഉണ്ടാക്കണം എന്ന് ബിനു അടിമാലി ജിനീഷിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു കാര്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ബിനു അടിമാലിയോട് ശരിക്കും ദേഷ്യമാണ് തോന്നിയത്. കാരണം ഒരാളുടെ മരണത്തെ എങ്ങനെ തനിക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിച്ച ഒരു രീതിയിലൊക്കെ ആയിപ്പോയത്. അങ്ങനെ ഒരു കാര്യം ബിനു അടിമാലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം മോശമുള്ളൊരു കാര്യമാണ്. ജിനീഷ് പറഞ്ഞ ആ കാര്യം ശരിയാണെങ്കിൽ. എന്തായാലും ജിനീഷിന് പറയാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വീഡിയോ കുറച്ച് ലോങ് ആണ്, സമയമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. എന്തായാലും വീഡിയോ തുടങ്ങുകയാണ്. പിന്നെ ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല, ഇന്നലെ ബിനു അടിമാലിന്റെ വീഡിയോ ഉണ്ടല്ലേ, കണ്ടിരുന്നില്ലേ? ഓക്കെ. അപ്പോ ബിനു അടിമാലിന്റെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പച്ചക്കള്ളാണ്. അതെ, മകളെ വെച്ച് ലാസ്റ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ചേട്ടാ 2 മാസം കഴിഞ്ഞ കേസ് ഞാനിപ്പോ മീഡിയയിൽ പറയണെങ്കിൽ ആളൊരു സെലിബ്രിറ്റി. അതെ. അപ്പൊ ഞാനിത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അവര് ക്യാമറ മേടിക്കാൻ ഉള്ള തീരുമാനം ഉണ്ടായിരുന്നു. അതായത് അവർക്ക് കോംപ്രമൈസ് ചെയ്ത് എന്നോട് പറഞ്ഞു 2 മാസം ആള് ഷോന്ന് മാറ്റി നിർത്തി. എന്തിനാണ് ഷോന്ന് മാറ്റി നിർത്തിയത്? അതെ, അതെന്താ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതാണ് ജിനേഷ് മോനെ വിളിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ മൂപ്പര് കുട്ടിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, വയ്യാത്ത കുട്ടിയാവാം, ഒക്കെ നമുക്കും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, അതൊക്കെ അവിടെ നിക്കട്ടെ. പക്ഷേ ഇതേപോലെ തന്നെ 2 പെൺകുട്ടികളുടെ അച്ഛനാണ് ജിനേഷ് ബ്രോ. റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്, ജോലി ക്യാമറ വെച്ചിട്ടാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞ പോലെ ക്യാമറയുടെ മുന്നിൽ നിന്ന് അരി വാങ്ങുന്ന ഒരാള് വേറൊരാളുടെ അരി മുട്ടിക്കുന്ന രീതിയിലുള്ള പണി ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അതെ, അല്ല അതിനുള്ള വോയിസ് ക്ലിപ്പ് ഒക്കെ എനിക്ക് ജിനേഷ് ബ്രോ അയച്ചു തന്നിട്ടുണ്ടല്ലോ 1-2 ആൾക്കാരത്. ഞാൻ പിന്നെ അത് ജിനേഷ് ബ്രോന്റെ പെർമിഷൻ ഇല്ലാതെ പുറത്ത് വിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചത്. ചേട്ടാ അത് സംഭവം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഈ അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് ശേഷം രാത്രി വിളിച്ചത് കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് മീഡിയ എന്ന് പറയരുത്, ഇത് അവിടെ ഹെഡ് ഇതൊക്കെ അറിഞ്ഞു, അപ്പൊ ഇനി മീഡിയ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ആളെ തന്നെ ഉപയോഗിക്കും, അതായത് ഇതിന്റെ സോഷ്യൽ മീഡിയ കേസും പറഞ്ഞ് ഉപയോഗിക്കരുത്, എന്റെ പുതിയ ക്യാമറ എനിക്ക് മേടിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ആളായിട്ട് സംസാരിച്ചു. ആള് അവരുടെ ടീമായിട്ട് സംസാരിച്ചു, പിഞ്ചാനായിട്ട് സംസാരിച്ചു. ആളെങ്ങനെ അടുക്കള ആള് പറയണത് ഞാൻ അവന് കേസ് എവിടെ വരെ പോകണ്ടെന്നാലും അവന് ഞാൻ ക്യാമറ മേടിച്ചു കൊടുക്കില്ല. മനസ്സിലായി. അപ്പൊ ക്യാമറ പൊട്ടിച്ചിട്ടില്ല എന്ന് പറയുന്ന ആള് പിന്നെ ഈ സംസാരത്തിന് വരുമോ? അല്ലെ, കോമൺ സെൻസിൽ ചിന്തിച്ചാ പോരെ. അന്ന് രാത്രി അവിടെ നിന്ന് വിളിച്ച റെക്കോർഡ് ഉണ്ട് എന്റെ ഫോൺ റെക്കോർഡ്. ആരാ ബിനു അടിമാലിയാണോ വിളിച്ചത്? വേറെ ആരെങ്കിലും ആണോ? അല്ലല്ല, അവിടെ നിന്ന് ഷാർമാജിന്റെ ടീം തന്നെ വിളിച്ചു. അവിടുന്ന് വിളിച്ചതന്നെ. നമുക്കെന്തായാലും ജിനേഷ് ബ്രോ ഒരു കാര്യമുണ്ട് ഇതിലിപ്പോ. ജിനേഷ് ബ്രോ അയാള് വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, മകളെ പിടിച്ചൊക്കെ സത്യം പറയുമ്പോ എന്താണെങ്കിലും നാട്ടുകാർ ഇതിൽ ചെറിയൊരു ഇതിങ്ങനെ വിചാരിക്കും ജിനേഷ് ബ്രോ നോണ അറിയാണോ എന്നുള്ളത്. അപ്പൊ പിന്നെ ഞാനൊരു കേസ് പറയട്ടെ. ജിനേഷ് ബ്രോ ഓക്കെ ആണെങ്കിൽ ജിനേഷ് ബ്രോ എനിക്ക് സെൻഡ് ചെയ്ത്, നമ്മൾ ആരാ എന്താന്ന് പറയുന്നില്ല, ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. ഇന്നലെ ബിനു അടിമാലി പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടില്ല, റൂമിൽ കയറി വർദ്ധിച്ചിട്ടില്ല, ക്യാമറ അടിച്ച് പൊട്ടിച്ചിട്ടില്ല എന്നൊക്കെയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ജിനേഷ് ബ്രോയും അവിടെ ഉള്ള ഒരു വ്യക്തി ഈ സംഭവം നടന്ന സമയത്ത് ഡോറ് തുറന്ന് ജിനേഷ് ബ്രോനെ രക്ഷിച്ച ഒരു വ്യക്തിയും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ. എന്നെ വിളിച്ചപ്പോ അതെ, ആ വോയിസ് ഞാൻ എന്ത് ചെയ്യാം, അയാളുടെ ശബ്ദം മാറ്റിയിട്ട് പ്ലേ ചെയ്യാം.
ഓക്കെ. കാരണം ഇനിയിപ്പോ അതിന്റെ എന്തെങ്കിലും ഇനിയിപ്പോ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അതിന് ഒറിജിനൽ വോയിസ് ഇടാലോ നമുക്ക്. തീർച്ചയായിട്ടും സ്റ്റാർ മാജിക്കിന്റെ ടീം ഇങ്ങനെ പറയണേ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കോൾ റെക്കോർഡ് ഇടാം. 1-2 ആൾക്കാരുണ്ടല്ലോ. കാരണം ഒരാളെ ഉപദ്രവിച്ചിട്ട് അയാളെ എന്താ പറയാ ക്യാമറയും തല്ലി പൊട്ടിച്ച് അത് കേസുമായി, ആ കേസിന് ജാമ്യം എടുത്ത് ഇറങ്ങി അയാൾക്കൊരു എന്താ പറയാ നാട്ടില് പല കേസുകളിലും കോംപ്രമൈസ് ഒക്കെ നടക്കാറുണ്ട്. അത് ഞാൻ പറയുമ്പോ ജിനേഷ് ബ്രോന്റെ ഒരു നല്ല മനസ്സാണ്. ഇത് വലിയൊരു ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് കോംപ്രമൈസ് ക്യാമറ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ ക്യാമറ വേണം. തീർച്ചയായിട്ടും. ഞാനേ ലാസ്റ്റ് ഇതിന്റെ ഹെഡ് ഓഫീസിൽ പോയി സംസാരിച്ചപ്പോ അവര് ആളോട് പറഞ്ഞു ഇവിടെ ഇത്ര ലക്ഷം രൂപയുടെ ക്യാമറ ഇല്ലേ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞു സാർ എനിക്ക് സെക്കൻഡ് ഹാൻഡ് ക്യാമറയിൽ മതി, അറ്റ്ലീസ്റ്റ് ഇത് നന്നാക്കാനുള്ള പൈസയെങ്കിലും തരായിരുന്നു. അപ്പൊ ആള് പറയണത് ഞാൻ എവിടെ വരെ പോയാലും നിനക്ക് ഞാൻ പൈസ തരില്ല, വാശി ചെയ്തിട്ട്. അയാള് പറയണല്ലോ അരി മേടിക്കുന്ന ആള് ക്യാമറ മേടിക്കുന്ന ആളാണ് പറയണേ. ആ കൊച്ചിനെ വെച്ചിട്ട് അതിന് അതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവും. ഈ കൊച്ചിന്റെ കാര്യം പോലീസ് സ്റ്റേഷനിലൊക്കെ പറയണ്ടല്ലേ. അവിടെ വന്ന് കറച്ചിലായിരുന്നു ഇതേ റീസൺ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് 2 മാസം സസ്പെൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ കയറാൻ വേണ്ടിട്ട് അവിടെ ഹെഡ് ഓഫീസിൽ ചാനലിൽ പോയിട്ട് കറങ്ങ് ഇതേ ഇതന്നെ സുഖില്ലാത്ത കൊച്ചുണ്ട്. എന്നാ കൊച്ചിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റാ. അതാണ് ഞാൻ ആലോചിക്കുന്നേ. പോലീസുകാർ പൊട്ടന്മാരല്ലോ. ഇപ്പൊ ജിനേഷ് ബ്രോ എന്ന് പറഞ്ഞാൽ ആരുമല്ല, അപ്പുറത്തെ ആർട്ടിസ്റ്റ് ആണ്. അതായത് ആള് സെലിബ്രിറ്റി ആർട്ടിസ്റ്റ്. അത് ഞാൻ പറഞ്ഞത് അതായത് ആള് DGP അടക്കം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാം അത്ര ഹോട്ടലുള്ള ആള് എന്തുകൊണ്ട് ഇത് FIR കേസ് എടുത്തു, ആളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ പോയി. അതെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് അല്ല, ഇതിപ്പോ ജിനേഷ് ബ്രോ എനിക്ക് അയച്ചു തന്നതിൽ ജിനേഷ് ബ്രോന്റെ ക്യാമറ തല്ലി പൊട്ടിച്ച സർവീസിന് കൊടുത്ത ഡേറ്റ് ഉണ്ട്, തിരിച്ചു കിട്ടിയ ഡേറ്റ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞത് ചേട്ടാ, അതായത് പിറ്റേ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോണ്, സാറേ എനിക്ക് ജീവിക്കാൻ മാർഗില്ല, എനിക്ക് ആ ക്യാമറ തരാനുള്ള എന്തെങ്കിലും ഇതുണ്ടോ, നിന്റെ ജീവിത മാർഗല്ലേ, നീ ഇവിടെ സൈൻ ചെയ്. അവര് പറഞ്ഞ രീതിയിലുള്ള റൂൾസ് പറഞ്ഞ രീതിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അവിടെ അവര് പറഞ്ഞു നീ ഇതിന്റെ ക്യാമറയ്ക്ക് എന്താണ് കംപ്ലൈന്റ് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാനോണ്ടോ അവിടെ പോയി അവര് പറഞ്ഞ എസ്റ്റിമേറ്റ് ഞാൻ ഇവിടെ കൊണ്ട് കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇത് സീൽ ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞു. ആ സീൽ ചെയ്ത് കിട്ടണമെങ്കിൽ അവര് ഇതിന്റെ ക്യാമറ നമുക്ക് തരുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞു 1.5 മാസമെങ്കിലും മേലെ പിടിക്കും, ജപ്പാനീസ് ആളൊക്കെ വരാനുണ്ട്, അത് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ പറഞ്ഞു. അങ്ങനെ ഈ 6-ാം തീയതി എനിക്ക് ക്യാമറ കിട്ടുന്നത്. അപ്പൊ ഇത്ര ദിവസം പണിയില്ല, 2 മാസം പണിയില്ല. അപ്പൊ എന്താണെങ്കിലും ഇയാള് പറഞ്ഞത് ജിനേഷ് ബ്രോ അപ്പൊ തന്നെ ക്യാമറ മേടിച്ചു പോയിന്നാ. ഇല്ല ചേട്ടാ, അതിന് ബില്ലും കാര്യങ്ങളുണ്ട്. അതേപോലെ ജിനേഷ് ബ്രോനെ മർദ്ദിച്ചിട്ടില്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഉണ്ട് ഞാൻ കണ്ടു. അത് അവിടെ വെച്ചോണ്ട് ഇത് ഞാൻ ഈ കോള് കഴിഞ്ഞിട്ട് വീഡിയോനകത്ത് ഞാൻ ആ പ്രൂഫൊക്കെ വെച്ചോണ്ട് എനിക്ക് ജിനേഷ് ബ്രോ അയച്ചെന്നൊക്കെ ഞാൻ വെക്കും. ചേട്ടാ അതിനകത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പൈസ പൈസ മേടിച്ചു. അതിന് കറക്റ്റ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കാം, ഈ കണ്ടന്റിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ക്യാമറ കൂടാണ്ട് വേറെ ക്യാമറ വിളിച്ചിട്ടുണ്ട്, ഹെലിക്യാം വന്നിട്ടുണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, പൈസ ആൾ തന്നിട്ടുണ്ട്. എനിക്ക് ആളുടെ അക്കൗണ്ട് നമ്പർ, വൈഫിന്റെ ആളുടെയും ജോയിന്റ് ആളുടെ അക്കൗണ്ട് നമ്പറാണ് ഈ യൂട്യൂബിന്റെ ഇതിൽ കൊടുത്തത്. അങ്ങനെ എനിക്ക് ഒഫീഷ്യലായിട്ട് അതിന്റെ വരുമാനം തന്നത് ആ ചേച്ചിയുടെ അക്കൗണ്ടിൽ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, 10,000 രൂപ. അല്ലാണ്ട് എനിക്ക് തന്നേണ പൈസകള് ഞാൻ ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ചില 5 രൂപ. ലാസ്റ്റ് ഇനാഗ്രേഷന്റെ പൈസ അഡ്വാൻസ് ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടാണ് അയച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആൾക്ക് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ടാക്സിന്റെ പ്രശ്നമുണ്ട്, എനിക്ക് ക്യാഷ് ആയിട്ട് തന്നായി പറഞ്ഞ. അതായത് അടിമാലിന്റെ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറമാനെയും ബാക്കി ക്രൂവിനെയും സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ട് അയച്ചു തന്ന പൈസകളാണ് അതൊക്കെ. അടിമാലി പല വീഡിയോ ഇട്ടുണ്ടോ, വീഡിയോ ചെക്ക് ചെയ്യാലോ. അല്ല, അതിന് വന്ന ടെക്നീഷ്യന്മാർക്ക് കൊടുക്കാനുള്ള പൈസകളാണ്. അത് തീർച്ചയായിട്ടും ആള് 5 പൈസ കടന്നു വെച്ച വ്യക്തിയാ. എന്റെ പല ആവശ്യങ്ങൾക്ക് എനിക്ക് തരാണ്ട്, അത് യൂട്യൂബിന്റെ വരുമാനത്തിന്റെ പകുതി തരാണ്ടായിട്ട് പോലും ഞാൻ എനിക്ക് ചോദിച്ചു തന്നിട്ടില്ല. മനസ്സിലായി. എന്താണ് ആള് ഞാൻ അത് കണക്കൂട്ടിയ 40 സംതിങ് ഉള്ളു, ആള് പറയണത് 50 സംതിങ് ഉണ്ട്. എന്താണ് പറയണ ആള് പറയണ റീസൺ ഉണ്ടേട്ടാ. അതെ,
ഞാനിതൊക്കെ അയച്ച ക്യാമറ, എന്റെ ക്യാമറ അന്ന് വന്ന ടീമിനെ എല്ലാരും വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ അവർക്ക് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എഡിറ്റർമാരെ വിളിച്ചാലും ക്യാമറമാനെ വിളിച്ചാലും. അതെ അതെ, ഇത് ഈസിയാണ്. അതായത് ഇപ്പോ ഞാനിപ്പോ ഒരാളായിട്ട്, ഇപ്പൊ ഞാൻ ജിനേഷ് ബ്രോനെ കുറച്ചു കാലമായിട്ട് അറിയാം. നമ്മള് ഒരു വർക്ക് ഇതേപോലെ സോഷ്യൽ മീഡിയ വർക്ക് എടുക്കുന്ന ഒരാളാണ്. ജിനേഷ് ബ്രോ എന്റെ മാനേജറാന്ന് വിചാരിച്ചു. ഞാൻ ബാക്കിയുള്ള ക്യാമറാമാനെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രൂവിനെയോ സെറ്റിലാക്കാൻ മാനേജർക്ക് പൈസ കൊടുക്കും. മാനേജർ സെറ്റിലാക്കിക്കോ എന്ന് പറയും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാ സുഖമായിട്ട് പിന്നെ എനിക്ക് തെറ്റണ സമയത്ത് പറഞ്ഞൂടെ, ഞാൻ ഈ തന്ന പൈസ ഫുള്ള് മറ്റേ ഇതിന് വന്നാന്ന്, കടം തന്നാന്ന്. അതെ, അല്ല ഞാൻ എന്റെ മനസ്സിൽ പ്രതീക്ഷിച്ചത് ഒന്നാണ്. ഒന്നില്ലെങ്കിൽ ജിനേഷ് ബ്രോ അയാളുടെ അക്കൗണ്ട് വഴി ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയച്ചു, മിസ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ അതേപോലെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വൃത്തിയായിട്ട കേസ് കൊണ്ടുവരും. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ആൾക്ക് അഭിനയിച്ച് ആ കൊച്ചിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ കള്ളാണെന്ന് അറിയാം. അതെ, അല്ല ഇതിന് സിമ്പിൾ ആണ്. അതായത് അയാൾ ഇന്നലെ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ആ 2 ഓഡിയോ കേട്ടൊരു മനുഷ്യനാണ്. അത് ഈ ഷോവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പ്രമുഖ ചാനലിലുള്ള വ്യക്തികളാണ് സംസാരിച്ചിട്ടുള്ളത്. അവരെന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ജിനേഷ് ബ്രോന്റെ സംഭവിച്ചതും ഇയാള് കാട്ടിയ പെരുമാറ്റവും. ഇയാളോട് ഈ പറഞ്ഞ ഷോഡായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ സംസാരിച്ചപ്പോ ഇയാള് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, ഇത് കോംപ്രമൈസ് ചെയ്യില്ല എന്നൊക്കെ ഈ ചങ്ങാതി അവരോട് പറഞ്ഞതിനെ കുറിച്ചൊക്കെ അവരതിൽ പറയുന്നുണ്ട്. ഇതിപ്പോ എന്താ പറയുക, ജിനേഷ് ബ്രോ വെളുപ്പിക്കൽ പ്രക്രിയ നടത്തിയതാണ്, വെളുപ്പിക്കാൻ വേണ്ടി വന്ന് ചെയ്ത പരിപാടിയാ. അല്ല അത് പോട്ടെ, ചാനലുകാര് പിന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും 2 സൈഡ് രണ്ടാളും ഒരുമിച്ച് സംസാരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ക്യാമറയുടെ കാര്യം തീരുമാനമാക്കി വരണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു. അതെ, അല്ല പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കാര്യമില്ലേ, എന്തിനാ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കോംപ്രമൈസ് ആയിട്ട് വരെ നിങ്ങൾക്ക് അടികിട്ടി ഇല്ലേ? 2 വട്ടം പോലീസ് സ്റ്റേഷനിൽ അടിയായിട്ട് നിങ്ങൾക്ക് അടികിട്ടി കോംപ്രമൈസ് ആയതിനു ശേഷം. പിന്നെ ഇനിയിപ്പോ ചാനലിൽ അവിടെ പോയിട്ട് ഇരിക്കുമ്പോ നിങ്ങൾ അവിടുന്ന് തല്ലാതെ ആരും കണ്ടു? അങ്ങനെയാണല്ലോ. ഇതിപ്പോ ആള് പറയുന്നത് എല്ലാത്തിനും. ഇതിപ്പോ ചാനലുകാർ പറയുന്നത്, അതായത് ശർമാജിന്റെ ടീം പറയണ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ഓഡിയോ ഞാൻ ചേട്ടാ എന്ത് പറഞ്ഞാലും കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കല്ലാണ്ട് എനിക്ക് ജീവിക്കുന്നേട്ടാ, എനിക്ക് 2 പെൺപിള്ളേരാ, ഫാമിലി. അല്ല ഞാനിപ്പൊ ചെയ്യാൻ പോണത് ഇത്രേ ഉള്ളൂ ജിനേഷ് ബ്രോ. ജിനേഷ് ബ്രോ എനിക്ക് തന്ന 2 വോയിസ്, ഇപ്പൊ ഞാനാണെങ്കിലും ജിനേഷ് ബ്രോന്റെ വീഡിയോ ചെയ്ത ഒരാളാണ്. ഇപ്പൊ അപ്പുറത്തെ സൈഡിൽ നിന്ന് വയ്യാത്ത മകളാന്ന് പറഞ്ഞ് കരഞ്ഞ് ഒരു വീഡിയോ ഇടുമ്പോ അതിന്റെ ജെനുവിനിറ്റി അവര് ആളുകൾ അതുപോലും ചെക്ക് ചെയ്യില്ല. ആളുകൾ ആ സെന്റിമെന്റ്സിൽ വീണു പോവാണ്. ഇവിടെ ആളുകൾക്ക് പോലീസ് കേസ് എടുത്തത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളതൊന്നും നാട്ടുകാർക്ക് അറിയേണ്ട. ലൈക്ക് അവർ ആ സെന്റിമെന്റ്സിൽ പാവങ്ങൾ നാട്ടുകാർ വ്യൂവേഴ്സ് വീഴുവാണ്. നിങ്ങൾക്ക് കരയാൻ പറ്റണില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളെ എന്താ പറയാ, അയാൾ കരയുമ്പോ അയാൾ നടനാണ്, അയാൾ കരയും. അയാൾക്ക് ചില്ലറ പണിയേ ഉള്ളൂ. അയാൾക്ക് ചുമ്മാ ക്യാമറ ഉണക്കി വെച്ചാൽ കരയാൻ പറ്റും. അയാൾ ആർട്ടിസ്റ്റ് ആണ്. നിങ്ങൾ അങ്ങനെയല്ലല്ലോ. അല്ലേടാ ഇതിപ്പോ അവര്, അതായത് ശർമാജിന്റെ ടീമുള്ള ആളുടെ അതായത് ആർട്ടിസ്റ്റാണ് കൂടെ നിൽക്കണ എല്ലാരും അവരുടെ കൂടി. ഞാൻ സാധാരണ അത് അവിടുത്തെ സ്റ്റാഫ് അല്ല, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ അവരെല്ലാരും അല്ല ഇതില് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും. ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇയാൾ 2 ദിവസം മാറ്റി നിർത്തിയിട്ടുണ്ട് ചാനലിൽ അല്ലേ? തീർച്ചയായിട്ടും 2 ദിവസം. ഇപ്പോഴല്ലേ അയാളെ തിരിച്ചെടുത്തേ? അപ്പോഴല്ലേ ബ്രോക്ക് കുറച്ചും കൂടി ഒന്നുകൂടി സങ്കടമായത്. അതെ, അല്ലെങ്കിൽ എന്റെ ക്യാമറ അവര് പറഞ്ഞ റീസൺ ഉണ്ടായിരുന്നു, നിന്റെ ക്യാമറ ശരി, അതായത് സെറ്റിൽമെന്റ് ചെയ്തിട്ട് ആളെ ഷോക്ക് എടുക്കും, എന്റെ കേസ് തീരട്ടെ എന്നൊന്ന് പറഞ്ഞായിരുന്നു. ഇതിപ്പോ നിങ്ങളെ കയ്യിൽ നിങ്ങളെ ക്യാമറ നിങ്ങൾ തന്നെ കാശ് കൊടുത്ത് റിപ്പയർ ചെയ്ത് മേടിച്ചപ്പോ അയാളെ തിരിച്ച് ഷോയിൽ എടുത്തു. ക്യാമറ കിട്ടിയതിനു ശേഷം പിറ്റേ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, ആളെ വിളിച്ചു. കേസും തീർന്നില്ല, ക്യാമറ കിട്ടിന്ന് അറിഞ്ഞപ്പോ. ഇല്ല, അതിപ്പോ നിങ്ങളെ കയ്യിൽ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ? അത് അയാള് ഞാനത് പലരും കടം മേടിച്ചിട്ടുണ്ട്. 2 മാസം പണി ഉണ്ടായിരുന്നില്ല. മനസ്സിലായി. ഞാൻ എന്റെ ഫാഷൻ, അതായത് ഫോട്ടോഗ്രാഫിയോട് അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യണ്ട. എന്തായാലും കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ എന്താണെങ്കിലും ആ 2 വോയിസ് ഞാനിവിടെ വെക്കാം. അതിൽ ഒരു വോയിസ് അവിടെ ക്ലിയർ ആയിട്ട് വെക്കാം. ഓക്കെ, ആവശ്യം വരികയാണ്. ഇനിയിപ്പോ ചാനലുകാർ പറയുകയാണ് അവരിത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് പുറത്തിടേണ്ട അവസ്ഥയാണ്. അല്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ നാട്ടുകാര് മുന്നിൽ നിങ്ങൾ കള്ളനാവില്ലേ? അടിയും കിട്ടി, ക്യാമറയും പോയി, മാനവും പോയി, അഭിമാനവും പോയി, അവസാനം മറ്റേ എന്താ പറയാ കൊലപാതക ശ്രമവും അയാൾ നടത്തി. എല്ലാം ചെണ്ട ഞങ്ങള് തല്ല് ഫുള്ള് ഇങ്ങക്ക്. എന്നിട്ട് അയാൾ ഒന്ന് കരഞ്ഞു കാണിക്കുമ്പോഴത്തേക്ക് എല്ലാരും അങ്ങോട്ട് ഓട്. ആള് പറയുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നത്. ആള് വീട് വിറ്റു,
വീട് വിറ്റെന്ന് ഞാൻ റീസൺ ഉണ്ട് കേട്ടാ. അതായത് ആൾക്ക് ആ വീട്ടിൽ നിന്നിട്ട് പറ്റുന്നില്ല, കഷ്ടകാലം മാത്രമേ ഉള്ളൂ. ഓ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതാ ഇതൊക്കെയാണ് സത്യം. അതായത് ആ വീട് ആൾക്ക് അതായത് വന്നോണ്ട് കഷ്ടകാലാണ്. മനസ്സിലായി. വാസ്തു നോക്കി രാശി നോക്കി പണിക്കരെ കൊണ്ട് നോക്കിച്ചിട്ടൊക്കെയാണ് വീട് വിറ്റിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പല മൂലകൾ പൊളിച്ച് പണിതു എന്നിട്ട് ശരിയാവുള്ള. അപ്പൊ ആൾക്ക് അവിടെ നിന്നാ വിശ്വാസമല്ല. അതായത് ഈ വീടിന്ന് മാറാം, അങ്ങനെയാണ് ആ ആൾക്ക് പറയണത്. അല്ലാണ്ട് ആ വീടിന് പ്രശ്നമുണ്ടെന്നാണ് ആൾ പറയണത്. അതുകൊണ്ടാണ്, അല്ലാണ്ട് കാശില്ലാണ്ടല്ല. സൂപ്പർ അന്ധവിശ്വാസിയാണ്. യൂട്യൂബിന്റെ ആളുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തന്നെ മനസ്സിലായി. അതിലേക്ക് പോണ പേയ്മെന്റ് വന്നിട്ട് പോലും എനിക്ക് തരാനുള്ള പൈസ തന്നിട്ടില്ല. അപ്പോൾ ഞാനത് ആളൊരു കടം ചോദിച്ചു തരാത്ത വ്യക്തിയാണ്. നമുക്കൊരു അത്യാവശ്യത്തിന് പോലും ഞാൻ പല അല്ല ഇതിനിടയിൽ വേറെ എന്താ പറയുമല്ലോ, എന്താ അഡ്വർടൈസ്മെന്റിന്റെ പൈസ കിട്ടിയില്ലാന്ന്, പ്രമോഷന്റെയോ? ആളുടെ യൂട്യൂബ് ചാനലില് ആളുടെ ഫ്രണ്ട്സിന്റെ, അതായത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിട്ട് ഒരു ബേക്കറിയുടെ പരസ്യമായിരുന്നു ആദ്യം തരണേ. അത് ആള് പോയി മേടിച്ചിട്ട് ആളുടെ പോക്കറ്റിലേക്ക് വേണേ. ആളെനിക്ക് പേയ്മെന്റ് തണ്ട്, ക്രൂവിന്റെ ക്യാമറ ക്രൂവിന്റെ പൈസ തന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ആ സ്ക്രീൻഷോട്ടിൽ മനസ്സിലായി. അല്ലാതെ ഇയാള് പറയുന്ന രീതിയില് ജിനേഷ് ബ്രോ വേറെ അങ്ങനെയാണോ? അതായത് ഇത്ര നാള് 3 വർഷം നോക്കിയിട്ട് ഇത്ര രൂപ തന്നാ മതി. ആള് പറയുന്നത് 50 ഉണ്ടായിരുന്നു. അതല്ല, 40 സംതിങ് കണക്കൂട്ടി ഞാൻ കറക്റ്റ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇനാഗ്രേഷന്റെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൾക്ക് ടാക്സിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു, കൈ തരാൻ പറഞ്ഞു. അതായത് എന്റെ വെഡിങ് കമ്പനിയുടെ പാർട്ട്ണർ, അതായത് ഞങ്ങൾ അവിടുത്തെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പോലും ആൾക്ക് ഞാൻ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓ അപ്പൊ പേയ്മെന്റ് ഇല്ലാതെ അല്ല വന്നേ, ഫ്രീ ആയിട്ടല്ല വന്നേ? അല്ല, ആളുടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുത്തു, അത് ഡീസല്. മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ആൾക്ക് ടാക്സിന്റെ പ്രശ്നമുണ്ട്, കയ്യില് പൈസ കൊടുത്തു. അത് ഞാനല്ല കൊടുത്ത അന്നത്തെ പാർട്ട്ണർ ഒരാളാണ് കൊടുത്ത ബാലൻസ് പൈസ. അത് ആള് സാധാരണ മേടിക്കുന്ന പൈസ മേടിച്ചിട്ടില്ല, എന്നാലും പൈസ കൊടുത്തിട്ടുണ്ട്. ഫ്രീ അല്ല, അഡ്വാൻസ് കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് കേട്ടാ. ഇത് കള്ളം പറയുന്നതിന് ഒരു പരിധി ഉണ്ട്. അതൊന്നും അയച്ചുതരോ? ആൾക്ക് വേറെ രക്ഷയില്ല, മനസ്സിലായോ? നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു, എനിക്ക് അറിഞ്ഞൂടാ. ഫ്ലവേഴ്സിന്റെ ആ പരിപാടിയിൽ വെച്ച് ആ ഒരു സ്ഥലത്ത് വെച്ച് ജിനീഷിനെ തല്ലിയത് കണ്ടവരുണ്ട്. അതിനുശേഷം ആ ഒരു പ്രശ്നത്തിന് ശേഷം ജിനീഷിനെ ക്യാമറയൊക്കെ തല്ലിപ്പൊട്ടിച്ച ആ പ്രശ്നത്തിന് ശേഷം ഫ്ലവേഴ്സ് ടീം ബിനു അടിമാലിയെ 2 മാസത്തേക്കിനൊക്കെ ഷോയിൽ നിന്ന് മാറ്റി നിർത്തുകയും ജിനീഷിന്റെ ക്യാമറ ഒക്കെ ശരിയാക്കി തന്നതിന് ശേഷം മാത്രമേ ബിനു അടിമാലിയെ തിരിച്ച് ഷോയിലേക്ക് വിളിക്കൂ എന്നൊക്കെ അവർ ഉറപ്പ് കൊടുത്തു എന്നൊക്കെ ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ ബിനു അടിമാലി ചെയ്ത കാര്യങ്ങൾ അവിടെ കണ്ടു നിന്ന ആൾക്കാരുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്തായാലും അതിന്റെ തെളിവുകളൊക്കെ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ബിനു അടിമാലി പറഞ്ഞു വെച്ചതൊക്കെ പൊള്ളയായിരുന്നു എന്ന് ഇതോടുകൂടി തന്നെ തെളിയുകയാണ്. കാരണം ജിനീഷ് മുമ്പോട്ട് വെക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം ജിനീഷിന്റെ കയ്യിൽ തെളിവുണ്ട്, പക്ഷെ ബിനു അടിമാലിയുടെ കയ്യിൽ തെളിവുകളില്ല. എന്തായാലും രണ്ടുപേരും മുമ്പോട്ടേക്ക് വെക്കുന്ന ആരോപണങ്ങൾ നമുക്ക് വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണം. പക്ഷെ ഇവിടെ തെളിവുകൾ ജിനീഷിന്റെ കയ്യിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ബിനു അടിമാലി പറഞ്ഞതൊക്കെ തെളിയിക്കാനുള്ള തെളിവുകളുമായിട്ട് ബിനു അടിമാലി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ജിനീഷിന്റെ പ്രതികരണം ഇതാണ്. എന്തായാലും ഇതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബിനു അടിമാലി പറയുന്നതൊക്കെ സത്യമാണോ, അതോ ജിനീഷ് പറയുന്നതാണോ സത്യം? ആരുടെ ഭാഗത്താണ് സത്യമുള്ളത്?